ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ബ്രെയിനാണ്. നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഏകദേശം ഒരു 2% മാത്രമാണ് ബ്രെയിൻ വെയ്റ്റ് ഉള്ളത്. ഈ ഒരു ചെറിയ സാധനമാണ് ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത്. ബ്രെയിൻ ഒരു സങ്കീർണമായ അവയവമാണ്. നമ്മുടെ ഓർമ്മ, ചിന്ത, ഇമോഷൻസ്, കാഴ്ച, വിശപ്പ്, ടെമ്പറേച്ചർ തുടങ്ങിയ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവയവമാണ് ബ്രെയിൻ. അങ്ങനെയുള്ള ബ്രെയിനിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ? എന്നാൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈല് ബ്രെയിനിനെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്ന ആ ശീലങ്ങളെന്നും ആ ശീലങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒഴിഞ്ഞു നിൽക്കാമെന്നും ഉള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഒന്നാമത്തേത് നെഗറ്റീവ് ഇമോഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്ന വാർത്തകളാണ്. ഇത്തരം വാർത്തകൾ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് കഴിയുന്നതും സന്തോഷം പകരുന്ന വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുക. മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ അമിതമായ ഉപയോഗം മൂലം നമ്മൾ ഇനാക്റ്റീവ് ആകാറുണ്ട്. അങ്ങനെ ഇനാക്റ്റീവ് ആകുമ്പോൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. അതുമൂലം നമ്മുടെ തോട്ട് പ്രോസസ്സ് തകരാറിലാവും. എന്നാൽ കൂടുതൽ സമയം ഒരിടത്ത് ചടഞ്ഞിരിക്കാതെ നമ്മൾ ആക്റ്റീവ് ആകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് മിക്കവാറും ആൾക്കാരെല്ലാം സ്ട്രെസ്സും കൊണ്ട് നടക്കുന്നവരാണ്. അപ്പൊ ഈ സ്ട്രെസ്സ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. അതായത് നമ്മുടെ ചിന്ത, ഓർമ്മ ഇവയെല്ലാം സ്ട്രെസ്സ് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കണം. അടുത്തത് ഒറ്റപ്പെട്ട് കഴിയുന്നവരെ കുറിച്ചാണ്. ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള അവസരം കുറയുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ നമ്മുടെ ചിന്ത, ഓർമ്മ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് അവയിൽ ചേർന്ന് പ്രവർത്തിക്കാനോ സഹകരിക്കാനോ ശ്രമിക്കുക. ഇനി ഒറ്റപ്പെടുന്നത് പോലെ മറ്റൊരു കാര്യമാണ് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്ന അവസ്ഥ. ഇത് സൺ എക്സ്പോഷർ കുറയ്ക്കുന്നത് മൂലം നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഡിപ്രഷൻ മുതലായ അവസ്ഥകളിലേക്ക് നമ്മളെ നയിക്കും. അപ്പം എന്താ വേണ്ടത്? വീട്ടിനുള്ളിൽ ചടഞ്ഞിരിക്കാതെ പുറത്തേക്കൊക്കെ ഇറങ്ങുക. അടുത്തത്, ഇത്രയും പ്രാധാന്യമുള്ള ബ്രെയിനിന് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഇന്ധനം വേണ്ടേ? അപ്പം ആ ഇന്ധനം നമ്മൾ ഭക്ഷണത്തിലൂടെ വേണം കൊടുക്കാൻ. എന്നാലേ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും. അതിന് പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക. ഇന്നത്തെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, പോഷണമില്ലാത്ത ആഹാരം കഴിക്കുക എന്നത് മൂലം നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് തകരാറിലാവുന്നു. അപ്പം വേണ്ടത് നാച്ചുറലായ ആഹാരം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ളത് പൂവർ സ്ലീപ്പിംഗ് ഹാബിറ്റിനെ കുറിച്ചാണ്. ഇന്നത്തെ ആൾക്കാരുടെ ഉറക്കം വളരെ പ്രശ്നമാണ്. അത് വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നു, ലേറ്റായിട്ട് ഉണരുന്നു. നല്ല ഒരു സ്ലീപ്പ് കിട്ടിയാൽ നമ്മൾ ഫ്രഷ് ആയിട്ടായിരിക്കും രാവിലെ ഉണരുന്നത്. 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്യാവശ്യമാണ്. അമിതമായി ഉറങ്ങുന്നത് ദോഷകരവുമാണ്. ശരീരത്തിലെ ടോക്സിക് ആയിട്ടുള്ള അംശങ്ങളെ മാറ്റി ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് ഈ ക്വാളിറ്റി സ്ലീപ്പ് സമയത്താണ്. ബ്രെയിൻ സെൽസിന്റെ മെയിൻ്റനൻസിന് ഉറക്കം അത്യാവശ്യമാണ്. ബ്രെയിൻ ഡാമേജ് വരുത്തുന്ന മറ്റ് ശീലങ്ങളാണ് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അമിതമായ ശബ്ദത്തിൽ പാട്ട് കേൾക്കുക മുതലായവ. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഇവയ്ക്ക് അഡിക്റ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ഇയർഫോൺ ഉപയോഗിക്കുന്നവർ വോളിയം കുറച്ച് പാട്ട് കേൾക്കാൻ ശ്രമിക്കുക. ബ്രെയിൻ ഡാമേജ് ആയാൽ ജീവിതത്തിന്റെ താളം തെറ്റും. അതുകൊണ്ട് ബ്രെയിനിനെ സംരക്ഷിക്കുക. ബ്രെയിനിന് ദോഷകരമാകുന്ന ശീലങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുക. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു.